നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കുടുംബങ്ങളിലെ കൂട്ടമരണം വല്ലാത്തൊരു വേദനയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ മാസം 8-ാം തീയതി അങ്കമാലിയിൽ വീട്ടിൽ തീപടർന്ന 4-അംഗ കുടുംബം മരിച്ച സംഭവത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു. അങ്കമാലി അങ്ങാടിക്കടവ് സ്വദേശി ബിനീഷ് കുര്യൻ ഭാര്യയെയും മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ബിനീഷ് പെട്രോൾ വാങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യയാണെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ രാസപരിശോധനാ ഫലം പുറത്തുവരണം. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, നമുക്കറിയാം, ഒരു മാസം മുൻപ് നടന്ന സംഭവമാണ്. അന്ന് വലിയ രീതിയിൽ ദുരൂഹതകൾ ഉയർന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഷോർട്ട് സർക്യൂട്ടാണെന്ന നിഗമനമായിരുന്നു തുടക്കത്തിലെങ്കിൽ പിന്നീട് അത് പൂർണ്ണമായും പോലീസ് തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു മാസമായും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്താണ് ഈ മരണത്തിന് കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ CCTV ദൃശ്യം അതാണ് ഈ കേസിൽ നിർണായകമായിരിക്കുന്നത്. ആത്മഹത്യയാണെന്ന നിഗമനം മാത്രമാണ് പോലീസിനുള്ളത്, അതോ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? ഡാനി, ഇതിൽ പോലീസിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് രാസപരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. പക്ഷേ സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ ഈ ആത്മഹത്യയാണ് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് തൊട്ട് തലേ ദിവസം തന്നെ പെട്രോൾ അദ്ദേഹം വാങ്ങിയിരുന്നു, ബിനുകുര്യൻ വാങ്ങിയിരുന്നു. ഇത് അങ്കമാലിയിലെ പെട്രോൾ പങ്കിൽ നിന്ന് ക്യാനിൽ ആണ് ഇത് വാങ്ങിയത്, പെട്രോൾ വാങ്ങിയത്. ആ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് അതുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്ത് CCTVയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് വീട്ടിൽ ആരും വന്നില്ല എന്നതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഉറപ്പിക്കുന്നു, അന്വേഷണത്തിലൂടെ ഉറപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു വീട്ടുകാരുടെ പ്രാഥമികമായി പറഞ്ഞിരുന്നത്. സുഹൃത്തുക്കളും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ പോലീസിന് ഇക്കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ അത്തരം കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു സംശയങ്ങൾ നിലനിന്നിരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരുന്നു. അതിന്റെ ഫലമായി പോലീസിന് ലഭിച്ച തെളിവുകളിൽ ഇദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിരുന്നു. മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു ഇയാൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാധ്യതകളിലേക്ക് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നു. ഇതിൽ മറ്റൊന്ന്, വീട്ടിൽ നടത്തിയ ഈ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും തന്നെ കത്തിയെരിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. വീട്ടുപകരണങ്ങൾ പോലും കത്തിയിരിഞ്ഞിരുന്നു. AC അതിന്റെ ഉപകരണങ്ങളെല്ലാം തന്നെ വെന്തുരുകുന്ന നിലയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ മാത്രം ഇത്തരം ഒരു തീയേരിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്ന് പോലീസ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ ഒഴിഞ്ഞ ക്യാനിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് തന്നെയുള്ള മുഴുവൻ സാധ്യതകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു സാമ്പത്തിക ബാധ്യത തുടർന്നുണ്ടായ വിഷയങ്ങൾ അദ്ദേഹം മറ്റാരെയും തന്നെ അറിയിച്ചില്ല പോലീസ് സംശയിക്കുന്നു. പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തക്കതായ ഒരു കാരണം ഈ ബിനീഷിനെയും കുടുംബത്തെയും അലട്ടിയിരുന്നോ? ഈ ചെറിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ പോലും സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബമാണ്. ഈ വീടും മറ്റു വീടൊക്കെ വലിയ സൗകര്യങ്ങളുമുള്ള വീടാണ്. ഈ സ്വത്തും അല്ലെങ്കിൽ ഈ ഭൂമിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയും. പക്ഷെ അങ്ങനെയെങ്കിൽ ഇത് മാത്രമായിരിക്കുമോ ആത്മഹത്യയിലേക്ക് നയിച്ചൊരു കാരണം? മറ്റെന്തെങ്കിലും പ്രശ്നം ഇവർക്കുള്ളതായി പോലീസോ ബന്ധുക്കളോ സംശയിക്കുന്നുണ്ടോ? ടോം, പോലീസ് ഇതിന്റെ ഒരു സാധ്യതകളിലാണ് നിൽക്കുന്നത്. കാരണം സാമ്പത്തികമായ ഒരു വിഷയം ആരും തന്നെ ഇയാൾ അറിയിച്ചിരുന്നില്ല എന്നത്. ഒപ്പം ഇപ്പോൾ അന്വേഷിച്ചു വരുമ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് അറിയുകയും ചെയ്യുന്നു. ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്. ഈ കുടുംബം കുട്ടികളെ അടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകാൻ, ഒരു കുടുംബത്തെ ഒന്നാകെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിന് ഇത് മാത്രമാണോ കാര്യമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മറ്റൊന്ന്, ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നെല്ലാം തന്നെ പറയുമ്പോൾ അത് ഓരോരുത്തർ ഓരോ രീതിയിൽ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതും കാണുന്നതും. ചിലർ അത് വലിയ മാനസിക വിഷമമായും കാര്യങ്ങളും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നു. ആരെയും തന്നെ അറിയിക്കാതെ അത് ഇത്തരം ഈ ആത്മഹത്യാ കാര്യങ്ങളിലേക്ക് അടക്കം ചിന്തിച്ചു തുടങ്ങുന്നു. ചിലർ സ്വത്തുക്കൾ വിറ്റ് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വൈഷമ്യങ്ങൾ പലരും പല രീതിയിൽ അവരുടെ ചിന്തകൾക്കനുസരിച്ച് അവർ നേടിയ ഒരു ചിന്തകൾക്കൊപ്പം നിന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഈ മറികടക്കാനുള്ള ഓരോ ശ്രമങ്ങൾ നടക്കുന്നത്. അതൊരു വ്യക്തികളുടെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അപ്പോൾ അതെല്ലാം പോലീസ് അന്വേഷിക്കും.
പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമാണോ കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. സാമ്പത്തികത്തിനപ്പുറം ഇയാളുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്തായിരുന്നു, അത്തരം കാര്യങ്ങൾ അവരുമായിട്ട് മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. ഡാനി പോളിലേക്ക് മടങ്ങിയെത്താൻ. ഡാനി, ഇപ്പോൾ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, ഇതുപോലുള്ള സംഭവങ്ങൾ ഈ വീടുകളിലെ കുടുംബങ്ങളിലെ കൂട്ടാത്മഹത്യകളൊക്കെ പലപ്പോഴും നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. ഇത്തരം ഈ ആത്മഹത്യകൾ, കൂട്ടാത്മഹത്യകൾ ഇപ്പോൾ നിത്യേന കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ കുടുംബ പ്രശ്നമാകാം, അതല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയാകാം. സാധാരണഗതിയിൽ ഇത് മറ്റുള്ള ഈ കുടുംബാംഗങ്ങളെ, ഭാര്യയും മക്കളെയൊക്കെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുന്ന ചില കുടുംബസ്ഥരെയാണ് കാണുന്നതെങ്കിൽ ഈ അങ്കമാലിയിലെ ബിനീഷ് കുര്യൻ എന്ന യുവാവ് ഭാര്യയും മക്കൾക്കുമൊപ്പം ഒന്നിച്ച് തീ കൊളുത്തി മരിക്കുന്ന ഒരു സംഭവം, ഇത് പോലീസ് ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്ന നിഗമനമാണ്. 1 മാസം മുൻപ് നടന്ന സംഭവം. പോലീസിന് ആദ്യം ഇത് ആത്മഹത്യയാണെന്ന് കണ്ടെത്താൻ, എന്താണ് മരണകാരണമെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ ബിനീഷ് ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിപ്പോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് പോലീസ് ഈ ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നത്. ബിനീഷിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ ഒരു മലഞ്ചരക്ക് വ്യാപാരിയാണ്, സാമാന്യം ഭേദപ്പെട്ട കുടുംബ പശ്ചാത്തലമുണ്ട്, സാമ്പത്തിക പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. ഒരു പെട്ടെന്നുള്ളൊരു തോന്നലായിരിക്കുമോ ഇങ്ങനെ ഒരു ദുരന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യയെക്കുറിച്ചൊക്കെ സാധാരണ ആളുകളെ ചിന്തിപ്പിക്കുന്നത്? സാധാരണഗതിയിൽ പെട്ടെന്നുള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് സൂയിസൈഡ് എന്ന് പറയും. ഇമ്പൾസീവ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ആ വികാരത്തിന്റെ തള്ളലിൽ എടുക്കുന്ന തീരുമാനത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കളയുന്നതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യമാകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ പെട്ടെന്നുള്ള വികാരത്തള്ളലിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ട്രെയിനിന്റെ മുന്നിൽ ചാടുക, അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുക, അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഇതാണ്, ഇമ്പൾസീവായിട്ട് ചെയ്യുന്നതാണ്. ആ ഇമ്പൾസീവായിട്ട് ചെയ്യുമ്പോൾ കൂടെ ആരെയും കൂട്ടാനുള്ള സാധ്യതയും ഇല്ല. ഇപ്പൊ കൂടെ കുടുംബാംഗങ്ങളെ കൂട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവരെ കൂട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മനുഷ്യരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, താൻ അനുഭവിക്കുന്ന വ്യഥകൾ അല്ലെങ്കിൽ തന്റെ മുന്നിലത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജീവനേക്കാൾ, എന്റെ ജീവനേക്കാൾ വലിയതാണ് എന്റെ പ്രശ്നമെന്ന് ചിന്തിച്ച് എപ്പോ തുടങ്ങുന്നോ ആ ഒരു സാഹചര്യത്തിലാണ് സ്വയമായിട്ട് മരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു 3-4 ദിവസത്തിന് മുന്നിലത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. സ്വിറ്റ്സർലൻഡില് സാർക്കോ എന്ന് പറയുന്ന ഒരു പേടകം റെഡിയായി. 2 വർഷം മുമ്പേ അതിന് വലിയ വാർത്താ പ്രാധാന്യം വന്നതാണ്. അത് പ്രാവർത്തികമാകുന്ന രീതിയിൽ, അതായത് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളും റെഡിയായി, ഈ മാസം തന്നെ ആത്മഹത്യ നടക്കും എന്നുള്ള വാർത്ത ഏറ്റവും ഒരു മുഖ്യധാര പത്രത്തിൽ തന്നെ നമ്മൾ ഈ ഒരു 3-4 ഡേയ്സ് മുന്നേ വായിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ആളുകൾക്ക് ജീവന്റെ ഒരു മൂല്യം എന്താണെന്നോ അതിന്റെ വില എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അന്ധമായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ് ആളുകൾ നടക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇത്തരം രീതിയിൽ ചിന്തിക്കാനായിട്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസോടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ജീവനേക്കാൾ വലിയതാണ് ഞാൻ മുന്നിൽ കാണുന്ന പ്രശ്നം എന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് പ്രയാസമല്ലാതെയായി തീരുന്നു. അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എന്റെ പ്രശ്നത്തിന് പരിഹാരം അതാണ്, ആ തലത്തിൽ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം ഇത്തരം ആത്മഹത്യകൾ നടക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടിന്റെ ഒരു വ്യതിയാനം നമ്മുടെ സമൂഹത്തിൽ പതുക്കെ നൂർന്ന് കയറിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ അങ്ങനത്തെ കാഴ്ചപ്പാട് പേറി നടക്കുമ്പോൾ ആ ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളത്. എത്രമാത്രം ഒരു പൗരന്റെ വിലപ്പെട്ടതാണ് ജീവൻ, എന്താണ് ജീവൻ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം, എപ്പോഴാണ് ജീവിതത്തിൽ ജയവും തോൽവിയും തീരുമാനിക്കുന്നത്, എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ തോൽവിയും ജയവും, ഇതുപോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ തരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിന് തീരുമാനിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബം മുഴുവനും അതിന് യോജിച്ച് പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത്
ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ ശരിയായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ശരിയല്ല, ശരി തെറ്റ് വിവേചിക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ ആ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി തീരുന്നുവെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തിയെ കൂടെ നേരെ ഉള്ള മാർഗത്തിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ സ്വയം അവർ പറഞ്ഞിട്ട് ശരിയാകുന്നില്ല എങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്, ഹെൽപ്പ് എടുപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മറ്റു കുടുംബാംഗങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്തു, അതാണ് ഡോക്ടർ എൽസിയോമൻ. കാരണം ഈ ഒരു സംഭവത്തെ കുറിച്ച് ഈ ബിനോയ്ക്ക് ഇത്തരമൊരു സാമ്പത്തിക ബാധ്യത ഉള്ള കാര്യം മറ്റു കുടുംബാംഗങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. ഭാര്യയോട് മാത്രമാണ് ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചിരുന്നതെന്നാണ് പോലീസ് പോലും പറയുന്ന വിവരം. ഈ ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഏതാനും നാളുകൾക്ക് മുൻപ് ഈ കടമക്കുടിയിൽ, കൊച്ചി കടമക്കുടിയിലെ ഒരു കുടുംബത്തിലെ 4 പേർ, ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞു മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. അത് ലോൺ ആപ്പിൽ വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായി, ലോൺ ആപ്പിൽ കുടുങ്ങിയുള്ള ആത്മഹത്യ ആയിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളോടോ മറ്റു ബന്ധുക്കളോടോ ഈ വിഷമത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പലരും തയ്യാറാകാത്തത് തന്നെയല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുപോലുള്ള ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയാകുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞരോടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളോടോ വിഷമം പങ്കുവച്ചാൽ ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു കെണിയിൽപ്പെടുന്നവർ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നവർ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നത്? ഇത് സാമ്പത്തിക ബാധ്യത ഉള്ളവർ മാത്രമല്ല, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വന്ന് ഭവിച്ചിട്ടുള്ള ഒരു മറ്റൊരു സവിശേഷത എന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു പ്രത്യേകതയാണ് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഒക്കെ തമ്മിലുള്ള ഇഴയടുപ്പം പണ്ടത്തെ പോലെ സ്ട്രോങ് അല്ല എന്ന് തന്നെ നമുക്ക് തർപ്പിച്ച് പറയേണ്ടിയിരിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിക്കോ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്റെ സഹോദരങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു കംഫർട്ട് സോൺ അവിടെ ഉണ്ടായിരിക്കും. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിലുള്ളവരും അറിഞ്ഞിരിക്കും. കാരണം സാമ്പത്തിക സ്രോതസ്സും എല്ലാം ഈ ഒരുമിച്ചല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കുറെ അണുകുടുംബ വ്യവസ്ഥിതി വന്നു. അണുകുടുംബ വ്യവസ്ഥിതിക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, തീർച്ചയായിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് തമ്മിലുള്ള ഇഴയടുപ്പം കുറയുക എന്നുള്ളത്. തമ്മിലുള്ള ഇഴയടുപ്പം കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ തുറന്നു പറയാനുള്ള ഒരു വേദി നഷ്ടപ്പെടുകയാണ് അവിടെ, അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു കംഫർട്ട് സോൺ നഷ്ടപ്പെടുകയാണ്. ഇത് തന്നെയാണ് സൗഹൃദങ്ങളും ഉള്ളത്. നമ്മൾ FB പരിശോധിച്ചാൽ ഫ്രണ്ട്സിന്റെ എണ്ണം ഒരുപാടായിരിക്കും, പക്ഷെ എത്ര പേരോട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി ഉണ്ട് എന്നുള്ളത് വളരെയധികം സംശയിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുറെ നാളുകളായിട്ടുള്ള ഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേകത ആണ് ഈ ബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാതെയാകുക, അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്ട്രോങ് അല്ലാതെയാകുക, ഇഴയെടുപ്പം ഇല്ലാതെ ഇരിക്കുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വരാം. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണ്, ഇല്ല എന്ന് പറയത്തില്ല. ചില മാറ്റങ്ങൾ അനിവാര്യവുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ കാലഘട്ടം മാറിയതനുസരിച്ച് വൈദ്യശാസ്ത്രവും ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരുപാട് അത് മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന് എന്തൊക്കെ പരിഹാരമുണ്ട്, അത്രയും സയൻസ് വളർന്നിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് കാലചക്രം മുന്നോട്ട് പോകുന്നതനുസരിച്ച്, കാലഘട്ടം നമുക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മനുഷ്യർ എല്ലാ തലത്തിലും മാറുമ്പോൾ എന്തുകൊണ്ട് ഒരു മെന്റൽ ഹെൽത്ത് സർവീസ് എടുക്കുന്നതിന് വിമുഖത കാണിക്കുന്നു? അതുകൊണ്ട് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, എന്താണെങ്കിലും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ അണുകുടുംബ വ്യവസ്ഥിതിയൊക്കെ മാറ്റി ഇനി പഴയപടി കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഒന്നും നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നതല്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്നതനുസരിച്ച് മറ്റ് പ്രിവിലേജസ് നമ്മുടെ സമൂഹം നൽകുന്നുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസ് നമ്മുടെ സമൂഹം നൽകുന്നുണ്ട്. ആ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം എടുക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ഏതെങ്കിലും ഒരു ഹെൽപ്പ് ലൈനിൽ വിളിക്കുക എന്നുള്ളത് 24 hours സർവീസ് കൊടുക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്, NGO സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെയും അത്തരം സഹായങ്ങൾ തേടുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രശ്നം വരുമ്പോൾ നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം ഇത്തരം മെത്തേഡ്സ് അല്ലെങ്കിൽ ഇത്തരം സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഉപയോഗിക്കേണ്ടതും വളരെയധികം അനിവാര്യമാണ്. തീർച്ചയായും. അതോടൊപ്പം ഡോക്ടർ എൽസിയോമൻ, നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ ഏറെ വേദനിപ്പിച്ച കാര്യം ആ 2 കുഞ്ഞുങ്ങളുടെ മുഖമാണ്. 2 കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് ഇവിടെ ഒരു ആത്മഹത്യ നടന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കടമക്കുടിയിലും സമാനമായ രീതിയിൽ ആ ദമ്പതികൾ ജീവനൊടുക്കിയത് കുഞ്ഞു മക്കളെയും കൂട്ടിയായിരുന്നു. ഒരുപക്ഷെ അത് എന്തുകൊണ്ടായിരിക്കാം
ഈ മക്കളെയും അല്ലെങ്കിൽ ഭാര്യയെ മുൻപൊക്കെ ഇതുപോലുള്ള ആത്മഹത്യകൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗൃഹനാഥനൊക്കെ ജീവനൊടുക്കിയ വാർത്തകൾ പലപ്പോഴും കേൾക്കും. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ സ്വയം പോയി ജീവനൊടുക്കുന്ന ആരെയും താൻ ഈ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കൂടെ മറ്റാരെയും കൂട്ടാറില്ല എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലരുടെയും മാനസികാവസ്ഥ മാറുന്നു. ഞാൻ പോകുമ്പോൾ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെയും കൊണ്ടുപോകുന്നൊരു അവസ്ഥയിലേക്ക്, ഒരു ചിന്തയിലേക്ക് എന്തുകൊണ്ടാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നത്, ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നവരെ പ്രേരിപ്പിക്കുന്നത്? അതും ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിഷാദരോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോടായിക്കോട്ടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അവർ ആ രീതിയിൽ പോകുമ്പോൾ അവർക്കറിയാം ഇട്ടിട്ട് പോകുന്ന അവരുടെ ബാക്കി വരുന്ന പ്രിയപ്പെട്ടവർ അവരെ നോക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരുപക്ഷെ വീട്ടിൽ തന്നെ കാണും. ആ ഒരു വ്യവസ്ഥിതിയായിരുന്നു പണ്ടുള്ളത്. കാരണം ഒരു മരണം സംഭവിച്ചു എന്നും കണ്ട് ആ കുടുംബാംഗങ്ങളെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞതുപോലെ പിന്നെയും ഈ അണുകുടുംബ വ്യവസ്ഥിതി ആയതുകൊണ്ട് ഗൃഹനാഥൻ മാത്രം അവിടെ ഇല്ലാതാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം വളരെയധികം പണ്ടത്തേതിനെക്കാട്ടിലും വളരെ മോശം അവസ്ഥയിലേക്ക് അവർ പോകും. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാകണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവരെ കൂടെ കൊണ്ടുപോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഇമോഷണലി ടെർമോയിൽ, അതായത് ഉള്ളിൽ ഇത്രയും പിരിമുറുക്കവും അല്ലെങ്കിൽ ഇത്രയും വൈകാരിക തിളപ്പ് വന്ന് മറിഞ്ഞു കഴിയുമ്പോൾ ഈ ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അതും വിലപ്പെട്ട ഒരു ജീവനാണ്, എൻ്റെ ഒരു തെറ്റായ തീരുമാനത്തിന്റെ കാരണം അങ്ങനെ ഒരു അമൂല്യ ജീവൻ നഷ്ടപ്പെട്ടുകൂടാ എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു സാവകാശമോ ഒരു മാനസിക ക്രമീകരണമോ അവരുടെ ഉള്ളിലില്ല എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം കൂടെ ഉള്ള കുടുംബാംഗങ്ങൾ പോലും അതേ രീതിയിൽ ഒരേ വേവ് ലെങ്തിൽ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് അവിടെ ഏറ്റവും അധികം അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫ് സ്കിൽസ്, ജീവിത നിപുണത എന്നുള്ളത് നമ്മൾ ഓരോ വ്യക്തിക്കും, അത് കുട്ടികൾക്ക് മുതൽ അഭ്യസിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ആ നിപുണത വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അത്തരം ജീവിത നിപുണതകൾ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് വർദ്ധിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, ഒപ്പം കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ കൊണ്ടുപോയി എത്തിക്കാതെ അതിന് പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നോക്കി അത് ആരാഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അഭികാമ്യം. വളരെയധികം നന്ദി. ഡോക്ടർ എൽസി ഓമനാണ് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. ഇത്തരം ആത്മഹത്യാ പ്രവണത ഉണ്ടാകുമ്പോൾ മറ്റ് സുഹൃത്തുക്കളോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞരോടോ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കുക. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് കുട്ടിക്കാലം മുതൽ, ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് അത്തരം ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ ഇതുപോലുള്ള ആത്മഹത്യകൾ കുറയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർ എൽസി ഓമൻ പങ്കുവയ്ക്കുന്ന നിർദ്ദേശം. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പരാതിയുമായി കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ജസ്ന സലീം താൻ നൽകിയ പീഡന പരാതി കോടതി തള്ളിയതോടെ ഹണി ട്രാപ്പ് നടത്തിയെന്ന ആക്ഷേപം സൈബർ ഇടങ്ങളിൽ നടക്കുന്നുവെന്ന് അവർ പറഞ്ഞു. നടത്തിപ്പിലെ വീഴ്ചയാണ് കേസ് തള്ളാൻ കാരണമായത്. കൃഷ്ണചിത്രങ്ങൾ വരച്ചതിനാലാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതെന്നും ജസ്ന പറയുന്നു. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ, മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? എനിക്ക് ആരുമില്ല പറയാൻ. ഞാൻ കൂട്ടുകാരെടുത്തൊക്കെ ഒന്നിനും പോയല്ലേ, ആരും വയ്യ, എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല. ഞാൻ ആകെ ചെയ്യുന്നൊരു തെറ്റ്, എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോൾ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം ചെയ്യും? മറ്റൊരു മതത്തിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ്? അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണും. ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ചിന്തിച്ചൂടെ? എനിക്ക് സ്വർഗത്ത് പോകണ്ട, ഞാൻ നരകത്ത് പോയിക്കോളാം.
ഇവരെന്തിനാ എന്നെ സ്വർഗത്തിൽ പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ആരെങ്കിലും വൈബയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ പടം വാങ്ങുന്നവരുടെയൊക്കെ എണ്ണം കുറയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. ആയിരിക്കും. അതില് ഞാനിപ്പം നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താല് നാണം കെട്ടു. രണ്ടാമത് നാണം കെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കൃഷ്ണനെ വരയ്ക്കുന്നത്. എന്താ മജീദേ മോൾ ഇങ്ങനെയാന്നാ എല്ലാരും ചോദിക്കുന്നത്. ഓളെന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത്? അതിന്റെ പേരിൽ എന്റെ ബാപ്പ പിന്നെയും നാണം കെട്ടു. എന്റെ ബാപ്പ ഒരു ദിവസം വാപ്പയുടെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എന്റെ വാപ്പ മരിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത്. അതിന് ഞാൻ ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. സഹായിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് വേണ്ട. കാരണം അതിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മക്കും അപ്പക്കും അഭിമാനം ഉണ്ടാവില്ല. ഞാൻ നയിച്ചിട്ട് അതൊന്ന് ഉണ്ടാക്കുന്ന വീട്ടിലാണ് അവർക്ക് നിൽക്കുമ്പോൾ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് 10,000 20,000-ന്റെയും ഫോട്ടോ ആണ് അവള് വിൽക്കുന്നത്. എന്റെ ഫോട്ടോയിൽ 10,000 20,000 ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് റേഞ്ചിന് എന്താണോ താങ്ങുന്നത് അതിനനുസരിച്ച്. എനിക്കിതിന്റെ ചെലവൊക്കെ നോക്കണ്ടേ. ഇവരാരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? എന്നെ സഹായിക്കുന്നുണ്ട്, അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രം, അല്ലാതെ എനിക്ക് നല്ല വരട്ടെ എന്നല്ല. ഇതിന്റെ അടുത്ത് ഒരു BJP പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ. എനിക്കറിയില്ല. ഒരിക്കൽ സുരേഷ് ഗോപി ചേട്ടന് പിന്നെ കളക്ടറേറ്റിൽ ഇത് വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ജസ്ന, എന്ത് കാരണവശാലും നീ ഈ ചിത്രവര നിർത്തരുത്. നീ അഭിമാനമാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട്, ഒരു കാരണവശാലും ഇനി നിർത്തരുതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പിറ്റേന്ന് ദിവസം എന്റെ നേരെ പോസ്റ്റ് ഇടുക ചെയ്ത്. അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി. അനീഷ്, കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയായ ജസ്ന സലീമിനെ കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു തൊഴിൽ ചെയ്യുന്നതിൻ്റെ പേരിൽ പല രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു യുവതി. പക്ഷേ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവർ വീണ്ടും ഈ വാർത്തകളിൽ ഇടം നേടുന്നത്? ഒരു പീഡന പരാതി ഉന്നയിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഒടുവിൽ കോടതിയിൽ ആ കേസ് തള്ളിപ്പോകുന്നു. അതിനുശേഷമാണ് ഈ ഹണി ട്രാപ്പ് നടത്തിയെന്ന ആക്ഷേപം സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ആരാണ്? അതോടൊപ്പം ഈ സൈബർ ഇടത്ത് ഏത് രീതിയിലുള്ളൊരു ആക്രമണമാണ് ഈ ജസ്നയ്ക്ക് നേരെ ഉണ്ടാകുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും കേന്ദ്രീകരിച്ചാണ് ജസ്ന സലീമിനെതിരായ പ്രചാരണം വളരെ ഊർജിതമായി നടക്കുന്നത് എന്ന പരാതിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന യുവതി എന്ന രീതിയിലാണ് അവർ ശ്രദ്ധേയമായത്. ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഇതിനകം വരച്ചു കഴിഞ്ഞ് ഇന്ത്യക്കും അകത്തും പുറത്തും കേരളത്തിലുമെല്ലാമായി അവർ ആളുകൾക്ക് നൽകുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന് നേരിട്ട് ചിത്രം സമർപ്പിക്കുകയും ചെയ്തു. അതാണ് അടുത്ത കാലത്ത് അവരെ ഏറ്റവും പ്രശസ്തമാക്കിയത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഗുരുവായൂരെത്തിയപ്പോഴാണ് ആ ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത്. അത്തരത്തിൽ വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് അവർ നേരത്തെ നൽകിയ ഒരു പീഡന പരാതി, ഒരു യുവാവ് അവരെ പീഡിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ഈ കോഴിക്കോട് കോടതിയുടെ വിധി എത്തുന്നത്. ഇവർ നൽകിയ പരാതിയിൽ കാര്യമായ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ പ്രതിയെ വെറുതെ വിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഉത്തരവ് ആണ് ഉണ്ടായത്. ആ ഉത്തരവിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ആ കേസ് നടത്തിപ്പിലൊക്കെ വലിയ വീഴ്ച പോലീസിനും പ്രോസിക്യൂഷനുമൊക്കെ ഉണ്ടായി എന്ന പരാതിയും ജസ്ന പങ്കുവെക്കുന്നു. പക്ഷേ ഇത്തരമൊരു കുറ്റവിമുക്തനാക്കപ്പെട്ടയാൾ പിന്നീടും അയാളും അയാളുടെ ഒപ്പമുള്ള ആളുകളും ഒപ്പം ജസ്നയ്ക്കെതിരെ അവസരം പാർത്തിരുന്ന കുറേ അധികം ആളുകളുണ്ട്. ജസ്നയുടെ ഈ പരമ്പരാഗത ശീലങ്ങൾ വിട്ടുള്ള ഇതര മതത്തിലെ ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുന്നതൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴായി ഉണ്ടെന്ന് അവർ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളും മറുവശത്ത് ഒന്നു ചേർന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ കോടതി വിധിയുടെ
പശ്ചാത്തലത്തിൽ ഇവരൊരു ഹണി ട്രാപ്പുകാരിയാണ്. ഈ യുവാവിനെ മനഃപൂർവ്വം കുടുക്കാൻ ശ്രമിച്ച് അയാളിൽ നിന്നും വലിയ തുക ആവശ്യപ്പെട്ടു. സമാനമായ രീതിയിൽ തന്നെ മറ്റു പലരെയും ഹണി ട്രാപ്പിന് വിധേയമാക്കാൻ ഈ ജസ്ന ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ഈ സുരേഷ് ഗോപിയുമായും ഒക്കെ ബന്ധപ്പെടുത്തിയൊക്കെ ഈ സംഘപരിവാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി ഇനങ്ങളാണ്, അതായത് എഴുതി തയ്യാറാക്കിയ ഇനങ്ങളാണ് ഈ പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യപ്പെടുന്നത്. അതിൽ ഇവർ തട്ടിപ്പുകാരെയാണെന്ന് അക്കമിട്ട് നടത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് തനിക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാരണം കൃഷ്ണചിത്രങ്ങൾ വരച്ച് ആളുകൾക്ക് സമ്മാനിച്ചാണ് ഇവർ ഇപ്പോൾ ഉപജീവനമാർഗം കഴിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ സദാചാരപരമായി മേന്മയുള്ള ജീവിതം നയിക്കുന്ന ആളല്ല, ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ആളല്ല എന്ന രീതിയിലേക്കുള്ള പ്രചാരണമാണ് കൊഴുക്കുമ്പോൾ ഇവരുടെ ചിത്രം വിൽപ്പനയെ ഇത് കാര്യമായി ബാധിക്കുകയും ഇവരുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ ഈ ചിത്രം വരച്ചാണ്. സ്വന്തമായി കുടുംബം വീടില്ലാതിരുന്ന അവരാണ്. അവർ പിന്നീട് വീടൊക്കെ നിർമ്മിക്കാൻ ഒക്കെ പല ആളുകളും സഹായം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തൻ്റെ ചിത്രം വരയും തൻ്റെ സാമൂഹിക ജീവിതത്തെയും ഇല്ലാതാക്കുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നാണ് ജസ്ന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ ആരായിരിക്കാം, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ആരായിരിക്കാം? അങ്ങനെ ഒരു ആരോപണം ഈ ജസ്റ്റിന് ഉന്നയിക്കുന്നുണ്ടോ? കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ അനീഷ്. ഈ കൃഷ്ണ ചിത്രങ്ങൾ ഇവർ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ രീതിയിൽ ആക്രമണത്തിന് ഇരകളാകുന്നുണ്ട്. മറുവശത്ത് ചില സംഘപരിവാർ സംഘടനകൾ ഇവരെ സംരക്ഷിക്കുന്നു, അതല്ലെങ്കിൽ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു ഒക്കെ പറയുമ്പോഴും ഒരു മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് പ്രവണത അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പക്ഷേ ഈ ഹണി ട്രാപ്പ് നടത്തിയെന്നൊക്കെ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജസ്നയ്ക്കെതിരെ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? അതല്ലാതെ ഈ സൈബറിടത്ത് ഒരു സ്ത്രീയെ അവഹേളിക്കുകയാണോ ചെയ്യേണ്ടത്? അതിന് പിന്നിൽ ആരായിരിക്കാമെന്നാണ്, അങ്ങനെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണം ആണ് എന്ന് തന്നെയാണോ ജസ്ന സംശയിക്കുന്നത്? ഇവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പോലീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരാതിയുമായി സമീപിക്കുന്നുണ്ടോ? ആരുടെ പരാതി നൽകിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ടോമോ, 3 രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളിൽ തനിക്കെതിരായ ആളുകളുണ്ട് എന്ന് പറയുന്നത്. ഒന്ന്, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട യുവാവും അയാളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. ഒപ്പം ഈ സംഘപരിവാർ ഗ്രൂപ്പിൽ തന്നെ ഇവർക്കെതിരായി ചില കേന്ദ്രങ്ങൾ നിൽക്കുന്നുണ്ട്. കാരണം അപ്രതീക്ഷിതമായ പ്രശസ്തിയാണ് ഇവർക്ക് ലഭിച്ചത്. ഇവർ ഒരു കൃഷ്ണചിത്രം വരയ്ക്കുന്ന ഇസ്ലാം മതവിശ്വാസി എന്ന പേരിൽ തന്നെയാണ് ഇവർക്ക് പ്രശസ്തി ലഭിച്ചത്. ഒപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്താൻ സ്ഥാപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ചിത്രങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു വളർച്ചയിലേക്ക് ഇവർ എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിനപ്പുറം ഇവരെ എതിർക്കുന്ന മറ്റൊരു വിഭാഗം കൂടി ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന ഒരു ആക്ഷേപം ഇവർ തന്നെ പറയുന്നുണ്ട്. ചില ആളുകൾ ഇവർ നേരത്തെ നമുക്ക് നൽകിയ അഭിമുഖത്തിലും പറയുന്നു, ഒരു ചിത്രം വരച്ച ഒരു വേദിയിൽ വെച്ച് ഒരു സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ BJP പ്രവർത്തകയെന്ന് അവകാശപ്പെട്ടയാൾ വളരെ അഭിനന്ദിച്ച് സംസാരിക്കുകയും നീ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം തനിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റാണ് അവർ ഇട്ടതെന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരം ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ അവരെ എതിർക്കുന്നു. മറ്റൊന്ന്, ഇവർ ഈ അന്യ മതത്തിലുള്ള ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ മതത്തിലെ ആളുകൾ തന്നെ തനിക്കെതിരെ നിരന്തരമായി വരുന്നുണ്ട്, തന്നെ നിരന്തരമായി ആക്രമിക്കുന്നു എന്ന് ഇവർ നേരത്തെ മുതൽ തന്നെ പരാതി പറയുന്നു. ഇപ്പോഴും ഇത്തരം ഒരു ആരോപണ ശരത്തിലേക്ക് ഇവർ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ നിനക്കിത് വരണം, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന രീതിയിൽ തന്റെ മതത്തിലുള്ള ആളുകളും തന്നെ തള്ളിപ്പറയുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ 3 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്, തനിക്കെതിരെ ആക്രമണങ്ങൾ ഉയരുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അവർ പരാതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അല്ലെങ്കിൽ അത്തരമുള്ള ഏജൻസികൾക്കും ഈ നേരത്തെ ഉണ്ടായ കോടതി വിധിക്കുമേൽ ഉപരി കോടതികളിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഒരു ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലായി തന്നെ പൊതുജനങ്ങൾ ഈ സംഭവങ്ങൾ അറിയണം. താൻ ഒരു ഹണി ട്രാപ്പുകാരിയല്ല, താൻ കൃഷ്ണചിത്രങ്ങൾ വരച്ച് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് എന്ന് തെളിയിക്കാനായാണ് നമ്മളിലൂടെ അവർ ശ്രമിച്ചത്. അക്കാര്യങ്ങളാണ് അവർ തുറന്നു പുറത്തേക്ക് പറഞ്ഞതും. ടോം, അനീഷ്, ഇപ്പം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ
ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ രംഗത്തെത്തിയിട്ടുണ്ടോ? ഇത് വളഞ്ഞിട്ട് ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ ഇവർക്ക് തീർച്ചയായും ഒരു സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ പോലും പിന്തുണ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, ഇവരെ സംരക്ഷിക്കുന്ന സമീപനമാണോ കുടുംബത്തിൻ്റേത്? അത്തരത്തിലൊരു സംഘടിത സംരക്ഷണത്തെക്കുറിച്ചൊന്നും ചർച്ചകൾ ഉയർന്നു വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് തന്നെ അഭിമുഖം നൽകിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവർക്ക് അനുകൂലമായ ശക്തമായ വികാരമാണ് ഏറിയ പങ്ക് ആളുകളും പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്, അന്വേഷണവുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ അപ്പീലുമായി മുന്നോട്ട് പോവുക, മനുഷ്യാവകാശ കമ്മീഷൻ വഴി മുന്നോട്ട് പോവുക, കേന്ദ്രമന്ത്രിമാരെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞുള്ള ശക്തമായ പിന്തുണയാണ്. അപൂർവമായി ഇവർക്കെതിരായ ശബ്ദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കുടുംബം ഇവർക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി പിന്നിൽ അണിനിരക്കുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഭർത്താവ് വിദേശത്താണ്, അച്ഛനും മറ്റു കുടുംബങ്ങളുമൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ച് മുന്നോട്ട് പോകുന്നതിനോട് തൻ്റെ ചുറ്റുമുള്ള ആളുകൾ, തൻ്റെ സൗഹൃദ വലയത്തിലുള്ള അല്ലെങ്കിൽ തൻ്റെ ബന്ധുവലയത്തിലുള്ള ആളുകൾക്ക് അത്ര പിന്തുണയില്ല എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സഹോദരനടക്കം തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ പൂർണ്ണമായും അവർക്ക് ലഭിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്, ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു. പക്ഷേ മറുവശത്ത് വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അവർക്ക് വ്യക്തമാകുന്നത്. അവർക്ക് വലിയ കരുത്ത് നൽകുന്ന പ്രതികരണങ്ങൾ തന്നെ വരുന്നു. അവർ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം ഇതിൽ നിന്നും ലഭിക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും വര മുന്നോട്ട് കൊണ്ടുപോകാനും വരയ്ക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ടാവാനും ഈ നിയമ നടപടികളും മറ്റു ആക്ഷേപങ്ങളുമൊക്കെ മറുവശത്തും പോവുക എന്നത് തന്നെയാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജസ്ന സലീം എതിരായിട്ടുള്ള സൈബർ ആക്രമണം, ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണത ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രം, ഒരു വ്യക്തി എന്ന രീതിയിൽ, അതല്ലെങ്കിൽ സ്വയം ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രീതിയിൽ സൈബറിടത്ത് ആക്രമിക്കുന്നത്. ജസ്ന പരാതി നൽകുകയാണെങ്കിൽ പോലീസ് ഈ വിഷയത്തിൽ നടപടി തന്നെ സ്വീകരിക്കണം. ബാർ ഹോട്ടൽ ബിസിനസ്സിൽ ഓഹരിയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. കൊച്ചി പനങ്ങാട് സ്വദേശി ബാലചന്ദ്രന്റെ പരാതിയിൽ 6 പേർക്കെതിരെ കേസെടുത്തു. പനങ്ങാട് പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. പനങ്ങാട് സ്വദേശി ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത് 2,40 ലക്ഷം രൂപയാണ്. തേവരയിലെ ബാറിന്റെയും ഹോട്ടലിന്റെയും പകുതി ഓഹരി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. എൻ്റെ ഒരു ഫ്രണ്ട് രാജീവ് പൈ, പുള്ളി ഇവിടുത്തെ ഒരു ഓഡിറ്ററാണ്, ഒരു ഫേമസ് ഓഡിറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് രാജീവ് പൈ ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം എന്നെ കൂട്ടി ഹാർബർ വ്യൂ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ MD ബാബു സി ജോർജിനെയും ഹോട്ടലിൽ 10 വർഷം ലീസ് എടുത്തിരിക്കുന്ന ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ കണ്ണൂരുള്ള ഒരാളുമായിട്ട് പരിചയപ്പെടുത്തി. ഇത് ഭയങ്കര ലാഭമുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ രാജീവ് പൈ പറഞ്ഞു, ഇവരെ 2 പേരുടെ ഓഡിറ്റർ ഞാനാണ്, വളരെ ലാഭമുള്ള ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് 2,40 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യിച്ചു. ഞാനൊരു മാസം അവിടെ ഇല്ലായിരുന്നു, ഞാൻ അമേരിക്കയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജോലിക്കാരുടെ പേരിൽ കുറേ QR കോഡ് ഉണ്ടാക്കി ഈ ഷൗക്കത്ത് അലി ഇതിനകത്തുനിന്ന് നല്ലൊരു ശതമാനം ക്യാഷ് കളക്ട് ചെയ്ത് പുള്ളി ദുബായ്ക്ക് പോയി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാബു സി ജോർജിനെ ഞാൻ തിരക്കി അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് സുഖമില്ലാതിരിക്കുകയാണെന്നും പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നും ഇനി തൊട്ട് ഇതിൻ്റെ MD ഞാനാണെന്ന് പുള്ളിയുടെ മകള് രേഖ സി ജോർജ് പറഞ്ഞു. അങ്ങനെ ഇവരെ 2 പേരെയും കിട്ടാതെ വന്നപ്പോൾ ഞാൻ പോയി ഇവിടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർ 3 പേരും കൂടെ ശരിയായ ഒരു ഗൂഢാലോചന ചെയ്തിട്ട് മനഃപൂർവ്വം എന്നെ ചതിച്ചതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഇതിൻ്റെ ഒരു ലാഭവിഹിതവും കിട്ടിയിട്ടില്ല. മാക്സിമം പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നിടത്തോളം അവർ വാങ്ങി. ഓഡിറ്ററാണ് ഇതിൻ്റെ മെയിൻ കല്ല്. ഓഡിറ്റർ പറഞ്ഞ് ഞാൻ 2 പേരുടെ ഓഡിറ്ററാണ്, ബാബു സി ജോർജിന്റെ ഓഡിറ്ററുമാണ്, ഷൗക്കത്ത് അലിയുടെ ഓഡിറ്ററാണ്. വളരെ ലാഭത്തിൽ ഓടുന്ന കമ്പനിയാണ്, വളരെ നല്ല ആൾക്കാരാണ്, മുത്തു പോലത്തെ ആൾക്കാരെന്നൊക്കെയാണ് എന്നോട് വിശദീകരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ 2,40 ലക്ഷം രൂപ ഒരു ഹോട്ടലിൽ ഓഹരി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുക്കുന്നു എന്ന പരാതിയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് എത്ര നാൾ മുമ്പ് നടന്ന സംഭവമാണ്? 1 രൂപ പോലും തിരികെ നൽകിയില്ല എന്ന് തന്നെയാണോ ഈ പനങ്ങാട് സ്വദേശിയായിട്ടുള്ള ബാലചന്ദ്രൻ പറയുന്നത്?
ടോം 2023 മാർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സൈൻ ചെയ്തതായി കാണുന്നത്. എന്തായാലും 2,40,00,000 രൂപയാണ് ഈ പനങ്ങാട് സ്വദേശി ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും ഈ ഹാർബർ വ്യൂ ഹോട്ടൽ ഉടമ അതിന്റെ MD ആയിരുന്ന ബാബു സി ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള ബാറിലേക്ക്, അതായത് ഹൈഫ്ലൈ ബാറിലേക്കും സ്പൈസസ് റൂട്ട് റെസ്റ്റോറൻറ്റിന്റെയും ഓഹരിയും അതുപോലെ തന്നെ ലാഭവിഹിതത്തിന്റെയും 50% നൽകാമെന്ന് ധരിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങിയത്. അതിനുശേഷം, അതായത് ഇതൊരു വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്, അതുകൊണ്ട് തന്നെ വലിയ ലാഭവിഹിതമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ബാലചന്ദ്രന്റെ ആരോപണം. മാത്രമല്ല, ഈ രാജീവ് പൈ എന്ന് പറയുന്ന ഓഡിറ്റർ, അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. രാജീവ് പൈ ആൻഡ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ 2 കമ്പനിയുടെയും ഓഡിറ്റർ ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ബാലചന്ദ്രനുമായി സംസാരിച്ചത്. ഇദ്ദേഹത്തെ ഈ കൂട്ടത്തിൽ, അതായത് ഇവരുമായി ലിങ്ക് ചെയ്യിക്കുന്ന ആദ്യത്തെ കണ്ണി ഈ രാജീവ് പൈ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ, അതായത് ഈ 2 കമ്പനിയുടെ ഓഡിറ്റർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇദ്ദേഹത്തെ സമീപിച്ചതെന്നാണ് ഈ ബാലചന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ രാജീവ് പൈ എന്ന് പറയുന്ന ആളും ഇതിലേക്ക് 50 ലക്ഷം രൂപ നിക്ഷേപിക്കുകയുണ്ടായി. അദ്ദേഹവും നിക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം പണം, അതായത് 2,40,00,000 രൂപയോളം അദ്ദേഹം ലോൺ എടുത്തിട്ടാണ് ഈ പണം നിക്ഷേപിച്ചതെന്നാണ് ബാലചന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പണം നൽകുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അതിനുശേഷം ഈ കമ്പനി കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു. ഇക്കാര്യം മറച്ചു വെച്ചിട്ടാണ് ഇത്തരം ഷെയർ ബിസിനസ്സുകൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി ബിസിനസ്സുകളൊക്കെ നടത്തിയത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴും ഇതേ മറുപടി തന്നെ. അത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു കമ്പനിയുടെ ഷെയർ വിൽക്കുന്നതിനുള്ള നിയമ വശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ പറയുന്ന കമ്പനി ഉടമസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. ടോം, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്താണ്? ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ, അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പണം നൽകി കേസ് ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യതയായിരിക്കുമോ, അതോ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ ബാലചന്ദ്രന്റെ തീരുമാനം, ആജ്ഞ? ബാലചന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചത് നിയമ നടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രാജീവ് പൈ എന്ന് പറയുന്ന ആളെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല. എന്തായാലും ഇത് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇത് കെട്ടിച്ചമച്ച ഒരു കേസ് മാത്രമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഇത് കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കേസ് ഉണ്ടല്ലോ, നിങ്ങളാരാണ് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനെന്നുള്ള തരത്തിലാണ് രാജീവ് പൈ നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. ഇതിൽ ഇക്കാര്യത്തിൽ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഈ ശ്രീ രാജീവ് പൈയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളെ താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിച്ചതിനും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. എന്തായാലും FIR-ൽ പനങ്ങാട് പോലീസ് ഇട്ട FIR-ൽ അദ്ദേഹവും പ്രതിയാണ്, അദ്ദേഹത്തിന്റെ പേരും പ്രതിപ്പട്ടികയിലുണ്ട്. ഈ ഒരു സാഹചര്യം വെച്ച് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചതും. പക്ഷേ ഇക്കാര്യം കോടതിയിൽ കാണാം, അല്ലെങ്കിൽ നിയമപരമായി കാണാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ ഓഡിറ്ററുടെ നിലപാടും അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഷെയർ ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് കരിമ്പട്ടികയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഇദ്ദേഹം ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആള് ആയിരുന്നു ഈ ഹൈഫ്ലൈ ഹോട്ടൽ നടത്തിയിരുന്നത്, ബാർ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് തുടർന്ന് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടണമെന്നാണ് ഈ ബാബു സി ജോർജ് എന്ന് പറയുന്ന MD ആവശ്യപ്പെട്ടത് എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. അതേ തുടർന്നാണ് ഇദ്ദേഹം അതിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച് അത് രാജീവ് പൈയുമായി ഇടനിലം നിന്നിട്ടാണ് ഇതുമായുള്ള സംഭാഷണങ്ങൾ ഉണ്ടായത്. പക്ഷെ പണം കയ്യിൽ കിട്ടിയ ശേഷം ഈ ബാബു സി ജോർജുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സംസാരശേഷി നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിലാണെന്നും അദ്ദേഹത്തിന്റെ മകൾ ദേഹാസി മാത്യു ആണ് ഈ ബാബുവാണ് ഈ ഒരു ഇതിന്റെ സ്ഥാപനത്തിന്റെ MD. ഇത്തരം കാര്യങ്ങൾ താനാണ് ഇപ്പോൾ നോക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ പറ്റി തനിക്ക് അറിയില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളിന് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.
കണ്ണൂർ പാരഡൈസ് ഹോസ്പിറ്റാലിറ്റി ഉടമ ഷൗക്കത്ത് അലി, തേവര ഹാർബർ വ്യൂ ഹോട്ടലിന്റെ ഉടമ MD ബാബു സി ജോർജ്, ഓഡിറ്റർ രാജീവ് പൈ, ഡയറക്ടർമാരായ മറിയാമ്മ, രേണു സി ജോർജ്, രേഖ സി ബാബു എന്നീ 6 പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് വ്യവസായിയെ കബളിപ്പിച്ച് 2,40,00,000 രൂപ തട്ടിയെടുത്തത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പനങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിനും പൊതുസമൂഹത്തിനും തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി. കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു ദൃശ്യം ഏറെ വിവാദമായിരുന്നു. അതായത് ഗതാഗത നിയമം പൂർണ്ണമായും ലംഘിച്ച് വാഹനത്തിന് രൂപമാറ്റം വരുത്തി ജീപ്പ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാമിൽ റീലായി പങ്കുവച്ചത്. ഈ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതിന് പിന്നാലെ നിയമം ലംഘിച്ച് ജീപ്പ് യാത്ര നടത്തിയതിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിട്ടുണ്ട്. ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. നിയമലംഘനത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇതിനു മുൻപ് പോലീസിനെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന, അതല്ലെങ്കിൽ CPM പോലും വെല്ലുവിളിക്കുന്ന, CPM വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആകാശ് തില്ലങ്കേരി. അവസാനം പാർട്ടിക്ക് തന്നെ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ മുഴക്കിയും ആകാശ് തില്ലങ്കേരി രംഗത്തെത്തിയിരുന്നു. ഇതിപ്പോൾ നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഈ ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത്. ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള കാരണം എന്താണ്? മോട്ടോർ വാഹന ചട്ടം ലംഘിച്ചുകൊണ്ട് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് നിരവധി നിയമ ലംഘനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അടുത്തിടെയായി ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും ഇടപ്പള്ളിയിൽ തീ തുപ്പുന്ന ബൈക്കുമായി യാത്ര ചെയ്ത യുവാവിന്റെ സംഭവവും, പിന്നീട് അത് MVD ആ വാഹനം കണ്ടുകെട്ടാനും പിന്നീട് അതിന്റെ രജിസ്ട്രേഷനും ഈ വണ്ടി ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെ MVD ഇടപെട്ടിരുന്നു. പിന്നീട് സഞ്ജു ടെക്കിയെ പോലുള്ള യൂട്യൂബർ അയാൾ നടത്തിയ നിയമലംഘനം, അങ്ങനെ നിരവധി നിയമലംഘനങ്ങളാണ് ഈ അടുത്തിടെയായി നമ്മളുടെ സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയും പിന്നീട് അത് MVD അടക്കമുള്ളവരും ഹൈക്കോടതിയും ഒക്കെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ആകാശ് തില്ലങ്കരിയുടെ കാര്യവും. കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കരിയുടെ തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. രൂപമാറ്റം വരുത്തിയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പുമായി, തുറന്ന ജീപ്പിൽ ആകാശ് തില്ലങ്കേരി സുഹൃത്തുക്കൾക്കൊപ്പം വയനാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ, അതും ഒരു റീൽസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിമർശനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് MVD സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം ഈ ജീപ്പ് ആരുടേതാണെന്ന് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടി, കാരണം അതിലെ നമ്പർ പ്ലേറ്റ് ഇല്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മുൻപ് 2 തവണ ഈ ജീപ്പ് നിയമലംഘനം നടത്തിയിട്ടുണ്ട്. അതിൽ കേസെടുത്ത ഒരു ജീപ്പാണ്. അതിന്റെയാണ് രൂപമാറ്റം വരുത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ആകാശ് തില്ലങ്കേരി ഓടിച്ചത്. ആകാശ് തില്ലങ്കരിയുടെ തന്നെ സുഹൃത്തിന്റെ ഒരു ജീപ്പ് കൂടിയാണിത്. എന്തായാലും ഈ ജീപ്പ് പിടിച്ചെടുക്കാനും ഇതിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനും അതോടൊപ്പം ആകാശ് തില്ലങ്കരിക്കെതിരെ നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും സർക്കാരിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കുക? MVDയോടും ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ഹൈക്കോടതിയെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത്? നേരത്തെ ഈ സഞ്ജു ടെക്കി ഗതാഗത നിയമം ലംഘിച്ച് വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഘടിപ്പിച്ച് വാഹനം ഓടിച്ചതൊക്കെ വലിയ വിവാദമാവുകയും പിന്നീട് ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതാണ്. ഈ ആകാശ് തില്ലങ്കരിയുടെ കേസ് മാത്രമാണോ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്? ഈ മോട്ടോർ വാഹന ലംഘനം, ചട്ടലംഘനം നടത്തിക്കൊണ്ട് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി പ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങൾ ഇന്ന് ഉയർത്തിക്കാട്ടിയത്. അതിൽ ഒന്നാമത്തത് KMML MD
കാറിന്റെ ബീക്കൺ ലൈറ്റ് വെച്ചുകൊണ്ട് നിരത്തിലൂടെ വാഹനം ഓടിച്ചത്. മറ്റൊന്ന് ആകാശ് തില്ലങ്കരി തുറന്ന ജീപ്പിൽ, രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സഞ്ചരിച്ചത്. മറ്റൊന്ന് കോഴിക്കോട് ഒരു സീബ്ര ക്രോസിലൂടെ കടക്കുന്ന വിദ്യാർത്ഥികളെ ബസ് ഇടിക്കുകയും അതിലൊരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായും ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഇത് 3ഉം വളരെ ഞെട്ടലോടെയാണ് ഹൈക്കോടതി പ്രതികരിച്ചത്. ഇത് കാണുമ്പോൾ തനിക്ക് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച ബെഞ്ച് പറയുന്നത് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നു, അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. ഇത് പൊതുസമൂഹത്തിൽ എത്രമാത്രം ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതെന്ന് പൊതുസമൂഹം മനസ്സിലാകണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പ്രചരിപ്പിക്കരുത്, അതിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ജാഗ്രത പാലിക്കണമെന്നും ഹൈക്കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇനി ഉണ്ടാകാതെ തന്നെ നോക്കാൻ കർശനമായിട്ടുള്ള നിലപാട് MVD സ്വീകരിക്കണം. അതിലെന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കുക എന്നുകൂടി ഹൈക്കോടതിയെ അറിയിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രധാനമായി നമ്മൾ കാണുന്നതാണ് ഈ ഫുട്പാത്തിൽ വാഹനങ്ങൾ കയറ്റി വെക്കുന്ന ഒരു സാഹചര്യം. കാൽനട യാത്രക്കാർക്ക് പോലും സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും ഈ നടപ്പാതയിൽ വാഹനങ്ങൾ കയറ്റി വെക്കുകയും അതിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുന്നതിനുമൊക്കെ വലിയ രീതിയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, കേസെടുക്കണം, അയാളുടെ ലൈസൻസ് റദ്ദാക്കണം. ഒപ്പം ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും MVDയോട് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കി. തീർച്ചയായും, കാരണം ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിന് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കുകയും ചെയ്തത്. പക്ഷേ നവമി, അടിക്കടി ഇതുപോലുള്ള ഗതാഗത നിയമലംഘനങ്ങൾ പതിവായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് ഇടുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ രൂപമാറ്റം നടത്തുക, പല അഭ്യാസ പ്രകടനങ്ങൾ, സാഹസിക യാത്രകൾ നടത്തുക ഒക്കെ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇന്നലെ നവമി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ ഒരു തീ തുപ്പുന്ന വാഹനവുമായി സഞ്ചരിച്ച യുവാവിൻ്റെ വാർത്ത. ഇന്ന് മൂന്നാറിൽ മറ്റൊരു അപകടയാത്രയെക്കുറിച്ചുള്ള വാർത്ത മൂന്നാറിൽ നിന്നും വന്നിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള ഒരു കാറിലായിരുന്നു അപകടയാത്ര. കാറിൻ്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മൂന്നാറിൽ ഗ്യാപ്പ് റോഡിലടക്കം ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾ പതിവായിട്ടുണ്ട്. ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാൻ പോവുക? ഇന്ന് ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള അപകടയാത്രയിൽ ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനു മുൻപ് മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൽ ഒരു കൂട്ടം യുവാക്കൾ ഇത്തരത്തിൽ റീൽസ് എടുക്കുന്നതിന് വേണ്ടി അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ പ്രചരിക്കുകയും പിന്നീട് MVD അതിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് വലിയ രീതിയിൽ ഒരു പരിശോധന ഈ ഗ്യാപ്പ് റോഡിലും മൂന്നാറിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി കർശന പരിശോധന നടക്കുകയായിരുന്നു. അതിനിടയിലാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇത്തരത്തിലുള്ള വീണ്ടും ഒരു നിയമലംഘനം കണ്ടെത്തിയത്. നമുക്ക് കാണാം, പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ളൊരു ചുവന്ന വാഹനമാണ്. അതിന്റെ ഡോറിൽ ഇരുന്നു കൊണ്ടാണ് ഒരു കുട്ടിയാണ് അവൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത്. കൈയും തലയും ഒക്കെ പുറത്തിട്ടുകൊണ്ട് മൂന്നാറിന്റെ മനോഹാരിത കാഴ്ചകൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാഹനത്തിന്റെ പുറകിൽ വന്ന മറ്റ് വാഹനത്തിലുള്ളവരാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. പിന്നീട് ഇത് ഈ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഉദ്യോഗസ്ഥർ ഈ വ്യക്തികൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇപ്പോൾ ശ്രമത്തിലാണ്. ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്തുമെന്നാണ് MVD വ്യക്തമാക്കുന്നത്. ഒപ്പം കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ, പ്രധാനമായും ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ റീച്ച് കിട്ടുന്നതിനും അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നേടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാഹസികത ഇത്തരം യുവാക്കളും യുവതികളും ഒക്കെ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് അത് ഏത് രീതിയിൽ, അല്ലെങ്കിൽ സ്വയം ഒരു അപകടം വരുത്തി വെക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏത് രീതിയിലായിരിക്കും ഇത് അപകടം ഉണ്ടാകുക എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയും ഇല്ലാതെയാണ്
ഇത്തരത്തിലുള്ളൊരു സാഹസികത ചിത്രീകരിക്കാൻ പലപ്പോഴും യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. ഇന്നലെ ഇടപ്പള്ളിയിൽ തീ തുപ്പുന്ന ഒരു ബൈക്ക് പലപ്പോഴും നാം സൂചിപ്പിച്ചതുപോലെ ഇത് അപകടങ്ങൾ ഉണ്ടായാൽ പോലും ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുക, വീണ്ടും അവർക്ക് ലൈസൻസ് നൽകുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനറിയാം ഇത് പരമാവധി ഇത്രയേ ഉള്ളൂ നടപടി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ സഞ്ജു ടെക്കിക്ക് നേരെ ഉണ്ടായ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നടപടി പോലെ ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുന്ന പോലുള്ള കടുത്ത നടപടികൾ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ആകാശ് തില്ലങ്കേരിയുടെ സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതുപോലെ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയും പൂട്ടിടാൻ കഴിയില്ലേ? ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ തീ തുപ്പുന്ന ബൈക്കുമായി യാത്ര ചെയ്ത യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. തിരുവനന്തപുരം സ്വദേശി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഞാനിപ്പോൾ സ്ഥലത്തില്ല എന്നാണ്. ആ യുവാവിനെതിരെ എന്ത് നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുക? നാളെയാണ് ആ യുവാവിനോടും അയാളുടെ അച്ഛനോടും MVDക്ക് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം അച്ഛന്റെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനോടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MVD ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കും, അതോടൊപ്പം ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. അങ്ങനെ 2 നടപടികളാണ് എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നടപടികൾ സ്വീകരിച്ചാലും വീണ്ടും ഇങ്ങനത്തെയുള്ള നിയമലംഘനങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ സഞ്ജു ടെക്കിക്കെതിരെ എടുത്ത നടപടി ഹൈക്കോടതി വരെ ഇടപെടുന്നു, ലൈസൻസ് റദ്ദാക്കുന്നു. പക്ഷെ അതിനുശേഷവും സഞ്ജു ടെക്കി തന്റെ യൂട്യൂബ് അക്കൗണ്ടുകളിൽ നിന്നും ഇടുന്ന വീഡിയോ എല്ലാം പൊതുസമൂഹത്തെയും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഓരോ പോസ്റ്റുകളായിരുന്നു. അത്ര ലാഘവത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ അത്രമാത്രമേ അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത്രേ കെയറി അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ MVDയുടെ ഒരു നടപടി അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടി ശക്തമാക്കാതെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് പൂട്ടിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സൂചിപ്പിക്കുന്നത് പോലെ നിയമ ലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഒരു പരിധിവരെയും തടയാൻ കഴിയുകയുള്ളൂ. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് കോട്ടയത്ത് ഒരു സ്വകാര്യ ബസ് കണ്ടക്ടറെ ആക്രമിച്ച സംഭവമാണ്. എന്തായിരുന്നു ആക്രമണത്തിന് കാരണമെന്നാണ് ഇനി പരിശോധിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാർത്ഥിനി രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ടക്ടർ വളരെ മോശമായി സംസാരിച്ചതിനെ തുടർന്നാണ് സംഭവങ്ങൾ ഉണ്ടായതെന്ന് 16-കാരി ന്യൂസ് 18നോട് പറഞ്ഞു. പോക്സോ കേസ് എടുത്താണ് കണ്ടക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നത്. തിരുനക്കര എന്ന് പറഞ്ഞ ബസ്സിന് തിരിച്ചു വരികയായിരുന്നു. അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു, ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും കൊണ്ട് കറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു. അന്നേരം കളർ ഡ്രസ്സ് ആയിരുന്നു ഇട്ടേക്കുന്നത്. ബാഗ് ഇരിക്കുന്നവരെ കൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു. കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാണ്, കറങ്ങാൻ പോയതാണെന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും കൂടി കാമുകനോട് കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ചു. യൂണിഫോം കിട്ടിയില്ല, അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ST എടുക്കത്തില്ല, കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു. കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ST തരാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിലാരും ഇല്ല, അമ്മ വെളിയിലാണ്, അച്ഛൻ മരിച്ചുപോയി, പിന്നെ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം എന്നോണ്ടെല്ലാം അവരോടാ പറയുന്ന എല്ലാ കാര്യവും. അപ്പം അവർക്ക് സ്വന്തം പെങ്ങളെ ആരാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അടിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ അവർ ചെന്ന് ചോദിച്ചതാണ് ഇന്നോലെ. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്നും വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ സ്വകാര്യ ബസ് കണ്ടക്ടറെ ആക്രമിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്ന് വെളിപ്പെടുത്തി ഒരു 16-കാരി ഒരു +1 വിദ്യാർത്ഥിനിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു സഹോദരിക്ക് നേരെ ഇതുപോലുള്ള മോശം പെരുമാറ്റം ഉണ്ടായാൽ ഏത് സഹോദരന്മാരും പ്രതികരിച്ചു പോകുമെന്ന് കൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട്. അത് ഈ പെൺകുട്ടി പറഞ്ഞതിനെ പോലീസ് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? ഈ കണ്ടക്ടർക്കെതിരെ നിലവിൽ ഈ വിദ്യാർത്ഥിനിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ടോ? പോലീസിന്റെ തുടർ നടപടി എന്താണ്?
രണ്ട് പേർക്കെതിരെയും 2 വിഭാഗങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ കണ്ടക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് പെൺകുട്ടി പരാതി പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പോക്സോ നിയമപ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടക്ടറാണ് ആദ്യം പരാതി നൽകിയത്. ഒരു അക്രമം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ഹെൽമറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ തലയ്ക്ക് അടിച്ചു, അവിടെ പരിക്കേറ്റിട്ടുണ്ട് എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹമാണ് ആദ്യം പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ ഈ വിഷ്ണു, അതോടൊപ്പം തന്നെ കണ്ടാലറിയാവുന്ന മറ്റ് 5 പേർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരുവിഭാഗത്തിന്റെയും കേസ് ചിങ്ങവനം പോലീസിന്റെ പരിഗണനയിലാണ് നിലവിൽ ഉള്ളത്. സ്വാഭാവികമായും ചിന്തിക്കുമ്പോൾ ഇതിൽ ഒരു പെൺകുട്ടി 16-കാരി വന്ന് പെട്ടെന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായി എന്നൊരു സാങ്കല്പികമായി പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ പലപ്പോഴും സ്വകാര്യ ബസ് കണ്ടക്ടർമാർ ഈ ST നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പല തർക്കങ്ങളും ഉണ്ടാകുന്നു. കണ്ടക്ടർക്ക് സംശയം തോന്നാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഈ കുട്ടി ഇട്ടിരുന്ന ഡ്രസ്സ് അത് യൂണിഫോം അല്ലായിരുന്നു. പക്ഷേ ഈ സ്കൂളുകളിൽ യൂണിഫോം ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യത്തെ തുടർന്നുള്ള ഒരു വാദപ്രതിവാദങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല, ആ കുട്ടി പറയുന്നത് പോലെ അത് സീറ്റിലുള്ള ആളിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ കാമുകന്റെ കൂടെ കറങ്ങാൻ പോയതാണോ എന്ന് വളരെ ലാഘവത്തോടു കൂടി ആ കണ്ടക്ടർ ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് മാനഹാനി ഉണ്ടായി, കുട്ടിക്ക് വിഷമമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സഹോദരന്മാരോട് പറഞ്ഞത്. പോലീസും അത് പരിഗണിച്ചുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു കണ്ടക്ടർക്ക് ചോദിക്കാനുള്ള അധികാരമില്ല. ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ കറങ്ങാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി അവിടെ നിൽക്കുകയാണ്. അതൊരു പ്രകോപനമായി ഈ സഹോദരന്മാർക്ക് മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ആ കുട്ടി അവരുടെ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അമ്മ പുറത്താണ് ജോലി ചെയ്യുന്നത്, അമ്മയ്ക്കൊപ്പം അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സഹോദരന്മാരോടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അവരോട് പറഞ്ഞ സമയത്ത് ഈ കുട്ടിക്കുണ്ടായ, ഇപ്പോൾ ഇന്നലെ സംസാരിക്കുമ്പോൾ തന്നെ പ്രതികരിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിതുമ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേദന സ്വാഭാവികമായും ഈ സഹോദരന്മാർക്കും അതിൻ്റെ ഫീൽ കിട്ടി. അവർ പെട്ടെന്നുണ്ടായ ഒരു പ്രത്യാക്രമണം നടത്തി തിരിച്ചെത്തി ഈ വാഹനം പിന്നീട് പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തി പാക്കിൽ കവലയിൽ വെച്ച് ആക്രമിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇരുഭാഗത്തെയും പരാതികൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അന്വേഷണം തുടരുകയാണ്. ഈ പോലീസ് ഈ വിഷയത്തിലൊരു വ്യക്തത വരുന്നതിന് വേണ്ടി ബസ്സിലെ മറ്റ് യാത്രക്കാരെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അവരെ മറ്റുള്ളവരുടെ മൊഴികൾ പുറത്തു വന്നിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മൊഴികൾ പുറത്തു വന്നിട്ടില്ല ടോം. മറ്റുള്ളവരുടെ കണ്ടെത്തി അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്വകാര്യ ബസ്സാണ് ഈ കോട്ടയം കോളനി റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ഇത്. തിരുനക്കര എന്ന ബസ്സാണ്. അതിൻ്റെ കണ്ടക്ടർ പ്രദീപിനെതിരെയാണ് ആദ്യം ഈ ഒരു അക്രമം ഉണ്ടാകുകയും ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. 4-ാം തീയതി നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുന്നു. അതിൽ പോലീസ് ഇരുവിഭാഗത്തിൻ്റെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. എന്തായാലും ഇരുവിഭാഗവും ഒരു കോംപ്രമൈസിനും ഇതുവരെ തയ്യാറായിട്ടില്ല. കേസ് പിൻവലിക്കാനൊന്നും തയ്യാറായിട്ടില്ല. എന്തായാലും കണ്ടക്ടർക്കെതിരെയും പോക്സോ വകുപ്പ് പ്രകാരം ഗുരുതരമായ കേസാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു കണ്ടക്ടറുടെ വായിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ സംഭവത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും കണ്ടക്ടർക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സംഘം ചേർന്നുള്ള മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ഈ ബസ്സിനുള്ളിൽ കയറി തന്നെ ആക്രമിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇരുവിഭാഗത്തിൻ്റെ പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇരു വിഭാഗവും രണ്ടു കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. Climate change is on our doorstep. It's time for a revolution to take root. And it starts with 1.4 billion Indians. It starts with one tree for humanity.
One tree for Mother Earth. One tree for a future. Project One Tree, a News 18 network initiative.